നമസ്തേ. യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. നമ്മളിന്നിവിടെ 10 മുതൽ 15 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കുറച്ച് സുപ്പൈൻ യോഗ പ്രാക്ടീസസ്, അല്ലെങ്കിൽ മലർന്നു കിടന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് പ്രാക്ടീസസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡെയിലി 8 മണിക്കൂറിലധികം ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർ, അവരെല്ലാം തന്നെ ഈവനിങ്ങിൽ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട നിങ്ങളുടെ സ്പൈനിൻ്റെ സ്ട്രെങ്ത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രാക്ടീസസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബാക്ക് പെയിൻ ഉള്ളവർക്ക് വളരെ യൂസ്ഫുള്ളാണ്. എന്നാൽ ചില വേരിയേഷൻസ് അവർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് അവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾക്കിത് ഏതെല്ലാമാണെന്ന് നോക്കാം. പ്രാക്ടീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കൈകളും കാലുകളും അകത്തി വെച്ചൊരു നിമിഷം ശ്വാസഗതിയെ ഒന്ന് ശ്രദ്ധിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വയറ് പുറത്തേക്ക് ബൾജ് ചെയ്ത് കൊടുക്കുക. ഇൻഹേൽ ചെയ്തുകൊണ്ട് വയറ് വീർപ്പിച്ച് കൊടുക്കാം. എക്സേൽ ചെയ്തുകൊണ്ട് വയറകത്തേക്ക് സിങ്ക് ചെയ്യുക. Inhale, exhale, breathe in, breathe out. സാവധാനം സ്റ്റാർട്ട് ചെയ്യാം. കാലുകൾ ചേർത്ത് വെച്ചു. കൈകൾ ശരീരത്തിൻ്റെ വശങ്ങളിൽ കൈപ്പത്തി താഴോട്ടായിട്ട് പതിച്ചു വെക്കുക. നമ്മൾ ഓൾട്ടർനേറ്റ് ലെഗ് റേസിംഗ് കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പൈനിനെ, ലോവർ ബാക്കിനെ സ്ട്രെങ്തൻ ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രാക്ടീസാണ്. ശ്വാസം എടുത്ത് വലത് കാല് മുട്ടുമടക്കാതെ 90 ഡിഗ്രീസ് ഉയർത്തുക. എക്സേൽ ചെയ്തുകൊണ്ട് ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴേക്ക്. ഓൾട്ടർനേറ്റ് ലെഗ് റേസിംഗ് റിപ്പീറ്റ് ചെയ്യാം. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, inhale up, exhale down. ഇത്രയും ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 45 ഡിഗ്രീസ് ആണ് ഉയർത്താൻ പറ്റുന്നതെങ്കിൽ അത്രമാത്രം ഉയർത്തുക. പക്ഷെ കാൽമുട്ടും മടക്കിയിട്ട് ഉയർത്താതിരിക്കുക. എക്സേൽ ഡൗൺ. റിപ്പീറ്റ് ചെയ്യാം. 5, 6, 7. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനായിട്ടുള്ളത്, കാല് അടിച്ച് താഴോട്ട് ഇട്ട് കൊടുക്കരുത്. കൺട്രോൾ ചെയ്ത് വേണം പതിയെ ഹീൽസ് താഴെ വെക്കാൻ. 8, 9 and 10. ഓക്കെ. അടുത്തതായി ശ്വാസം എടുത്ത് വലത് കാല് ഉയർത്തി 90 ഡിഗ്രീസ് ഉയർത്തി അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ശ്വാസം വിട്ടുകൊണ്ട് റിലീസ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ്. ഇൻഹേൽ. ഇടത് കാല് ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക. ഇത്രയും ഉയർത്താൻ സാധിക്കാത്തവർ എവിടെ വരെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. 2, 3, 4, 5, 6, 7, 8, 9 and 10. ഇനി 2 കാലുകൾ കൊണ്ടാണ് ചെയ്യുന്നത്. ബാക്ക് പെയിൻ ഉള്ളവർ ഓരോ കാലുകൾ കൊണ്ട് മാത്രം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ 2 കാലുകൾ ഒരുമിച്ച് ചെയ്യാതിരിക്കുക. അല്ലാത്തവർക്ക് ചെയ്ത് നോക്കാം. ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇനീഷ്യലി ഓരോ കാലുകൾ കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൾ ബാക്കിലൊന്ന് സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഈസി വേർഷൻ ആയിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇൻഹേൽ. 2 കൈകളും അപ്പോൾ ഞാൻ ബാക്കിലായിട്ട് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഹേൽ. കാല് ഉയർത്തുക 90 ഡിഗ്രീസ്. എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്. എത്രയാണോ പറ്റുന്ന അത്രമാത്രം ചെയ്യുക. എക്സേൽ ഡൗൺ. ഇതിലും കാല് താഴെ ടച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്ക് ഉയർത്താനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. 4. റിപ്പീറ്റ് ചെയ്യാം. 5, 6, 7, 8, 9 and 10. ഓക്കെ. കാലുകൾ അകത്തി റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന പോലെ തന്നെ അബ്ഡോമൻ മസിൽസിനെയും സ്ട്രെങ്തൻ ചെയ്യാൻ യൂസ്ഫുള്ളാണ്. പക്ഷേ നിങ്ങൾക്ക് ആദ്യം തന്നെ ഓരോ കാലുകൾ കൊണ്ട് ചെയ്ത് അത് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം 2 കാലുകൾ കൊണ്ട്
ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്ക് പെയിൻ ഉള്ളവരാണെങ്കിൽ അവർ ഇനീഷ്യലി ഓരോ കാലുകൾ മാത്രം ചെയ്യുക, ഇരു കാലുകൾ കൊണ്ട് ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങളിത് ചെയ്യാൻ. ഓക്കെ, അടുത്ത പ്രാക്ടീസ് ബ്രിഡ്ജ് പോസ് അല്ലെങ്കിൽ സേതുബന്ധാസന. ഓക്കെ, അതിനായിട്ട് 2 കാലുകളും മുട്ടുമടക്കി കാൽപാദങ്ങൾ തമ്മിൽ അരക്കെട്ടിനത്ര അകലം അല്ലെങ്കിൽ ഹിപ്പ് വിട്ട് ഡിസ്റ്റൻസിൽ അകത്തി വെക്കുക. കൈകൾ ശരീരത്തിൻ്റെ വശങ്ങളിൽ കൈപ്പത്തി താഴോട്ടായിട്ട് തന്നെ പതിച്ചു വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ കൈകൾ നിങ്ങൾക്ക് ആംഗിൾസിൽ കണങ്കാലിൽ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പിടിക്കുക. ഓക്കെ, ശ്വാസം എടുത്തുകൊണ്ട് ഇൻഹേൽ ചെയ്തുകൊണ്ട് ഹിപ്പ് ഉയർത്തി കൊടുക്കുക. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. റിപ്പീറ്റ് ചെയ്യാണ്. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. Inhale up, exhale down. 2 more rounds. Inhale up, exhale down. കൈകൾ കണങ്കാലിൽ പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വശങ്ങളിലായിട്ട് വെച്ചാൽ മതി. Inhale up, exhale down. അടുത്തതിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അതായത് സാധാരണ ശ്വാസം എടുത്ത് വിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത് നമ്മുടെ ബട്ടക്സ് ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്ക്യൂസ് ചെയ്ത് മുകളിലോട്ട് പുഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഗ്ലൂട്ട്സ്. ഓക്കെ, ട്രൈ ചെയ്യാം. നോർമൽ ബ്രീത്തിങ്ങിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ശ്വാസം പിടിച്ച് നിൽക്കുന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഹിപ്പ് ഉയർത്തുക. ഇൻഹെയിൽ അപ്പ്, സ്ക്യൂസ് ചെയ്യുക, ബട്ടക്സ് മുകളിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 and 5. Exhale and release. കാലുകൾ ഓരോന്നായിട്ട് റിലീസ് ചെയ്യാം. സേതുബന്ധാസന ആണ് നമ്മൾ ചെയ്തത്. കാലുകൾ അകത്തി കൈകൾ കൈപ്പത്തി മുകളിലോട്ടായിട്ട് ഫേസ് ചെയ്ത് റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കാം. 5 റൗണ്ടാണ് നമ്മൾ ചെയ്തത്. ലാസ്റ്റ് കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്തു നമ്മൾ. നിങ്ങൾക്ക് 10 റൗണ്ട് ചെയ്യാം, 10 കൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് 1 2 എണ്ണമെങ്കിലും ഇനീഷ്യലി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഒരു ആസനയിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് അത് ആസന എന്ന് പറയാൻ പറ്റുള്ളൂ. റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതൊരു ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ള രീതിയിലാണ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഗ്രാജ്വലി പ്രോഗ്രസ് ചെയ്ത് വരാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് പവനമുക്താസനയാണ് ചെയ്യുന്നത്. വിൻഡ് റിലീവിംഗ് പോസ്, അർദ്ധപവന മുക്താസന. ശ്വാസം എടുത്ത് വലത് കാല് മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ട് മടക്കാം. കൈകൾ കൊണ്ട് കാൽമുട്ടിന് മുകളിലായിട്ട് കൂട്ടിപ്പിടിക്കുക. വയറ് നന്നായിട്ട് അമർന്നിരിക്കട്ടെ ഈ ഒരു സമയത്ത്. ദെൻ ശ്വാസം വിട്ടുകൊണ്ട് തല മുകളിലേക്ക് ഉയർത്താൻ സാധിക്കുന്നുള്ളവർ, കഴുത്ത് വേദന, സെർവിക്കൽ ഇഷ്യൂസ് ഒന്നും ഉള്ളവർ തല ഉയർത്തണം എന്നില്ല. അല്ലാത്തവർ സാവധാനം ശ്വാസം വിട്ട് തല ഉയർത്തി കാൽമുട്ടിനടുത്തേക്ക്. നോർമൽ ബ്രീത്തിങ്. 1 2 3 4 and 5. സാവധാനം തല താഴ്ത്തി കൈകൾ റിലീസ് ചെയ്തു. ഏതർ കാലുകൾ ജസ്റ്റ് മുന്നിലോട്ട് നീട്ടി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ശ്വാസം എടുത്ത് കാല് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്താം. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് ഉയർത്തുക. ഉയർത്തി താഴ്ത്താൻ ബുദ്ധിമുട്ടുള്ളവർ, ചിലപ്പോൾ ബാക്ക് പെയിൻ ഉള്ളവർക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല, അങ്ങനെയുള്ളവർ കാൽമുട്ടൊന്നും മടക്കിയിട്ട് കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഇൻഹെയിൽ ചെയ്ത് കാല് ഉയർത്ത്, ശ്വാസം എടുത്ത് കാല് ഉയർത്തി വിട്ടുകൊണ്ട് കാലുകൾ മുട്ടുമടക്കി കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിച്ചു. നമ്മുടെ തൈസ് കൊണ്ട് വയറ് നന്നായിട്ട് അമർന്നിരിക്കണം, ഇടത് ഭാഗത്തെ വയറ്. ദെൻ ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തുക. കംഫർട്ടബിൾ ആണെങ്കിൽ, ഓവറായിട്ട് സ്ട്രെയിൻ കഴുത്തിന് തോന്നുകയാണെങ്കിൽ ഇനീഷ്യലി നിങ്ങൾ തല ഉയർത്താതെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാത്തവർ തല ഉയർത്തുക. മെയിൻറ്റെയിൻ. 1 2 3 4 and 5. തല താഴ്ത്തി കൈ റിലീസ് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് കാലുയർത്തി വിട്ടുകൊണ്ട് കാല് താഴ്ത്താം. കാലുകൾ അകത്തി 1 നിമിഷം റിലാക്സ് ചെയ്യുക. നമ്മൾ ചെയ്തത് പവനമുക്താസന അല്ലെങ്കിൽ അർദ്ധപവനമുക്താസന ആണ് ചെയ്തത്. ഇനി 2 കാലുകളും കൊണ്ട് സെയിം മൂവ്മെന്റ് ചെയ്യാണ്. ബാക്ക് പെയിൻ ഉള്ളവർ കാല് രണ്ടും ഉയർത്തരുത്, ജസ്റ്റ് മുട്ട് മടക്കിയിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. ഓക്കെ, അല്ലാത്തവർ കംഫർട്ടബിൾ ആണെങ്കിൽ കാല് ഉയർത്തിയിട്ട് ചെയ്യാം. ക്ലിയർ? നമുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇൻഹേൽ, കാലുയർത്തി. എക്സേൽ, മുട്ടുമടക്കി കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിച്ചു. വയറ് നന്നായിട്ട് അമർന്നിരിക്കുകയാണ്. ശ്വാസം വിട്ട് തല ഉയർത്തുക. മെയിൻറ്റെയിൻ ചെയ്യുക അവിടെ. 1 2 3
4 and 5. തല താഴ്ത്തി, കൈ റിലീസ് ചെയ്തു. ശ്വാസം എടുത്ത് കാലുയർത്തി, വിട്ടുകൊണ്ട് കാല് താഴ്ത്തി. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു തവണ കൂടി. അപ്പം ഞാൻ പറഞ്ഞു, കാല് ഉയർത്താൻ ബുദ്ധിമുട്ടുള്ളവരെന്താ ചെയ്യേണ്ടത്? കാല് ജസ്റ്റ് മുട്ടുമടക്കിയിട്ട് കൈ കൊണ്ട് കൂട്ടിപ്പിടിച്ചു സാവധാനം തലയും ഉയർത്തിയിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. റിലീസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ റിലീസ് ചെയ്യുക. അല്ലാത്തവർ കംഫർട്ടബിൾ ആണെങ്കിൽ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കാലുയർത്തുക, എക്സെയിൽ ചെയ്തുകൊണ്ട് കാൽമുട്ട് മടക്കുക, കൈകൾ കൊണ്ട് കൂട്ടിപ്പിടിക്കുക, ശ്വാസം എടുക്കുക, വിട്ടുകൊണ്ട് തല ഉയർത്തുക. 2 നോർമൽ ബ്രീത്തിങ്, 3, 4 and 5. തല താഴ്ത്തി, കൈ റിലീസ് ചെയ്തു, ശ്വാസം എടുത്തുകൊണ്ട് കാലുയർത്തി, വിട്ടുകൊണ്ട് കാല് താഴ്ത്തും. കാലുകൾ അകത്തി, കൈകൾ അകത്തി റിലാക്സ് ചെയ്യാനായിട്ട് അനുവദിച്ചു കൊടുക്കുക. പവന മുക്താസന അല്ലെങ്കിൽ വിൻഡ് റിലീവിംഗ് പോസ് ആണ് നമ്മൾ ചെയ്തത്. അടുത്തതായിട്ട് സ്പൈനൽ ട്വിസ്റ്റ് അല്ലെങ്കിൽ ജഡര പരിവർത്തനാസന, മർക്കടാസന, അങ്ങനെ ഒത്തിരി പേരുകളിൽ അറിയുന്ന ഒരു പ്രാക്ടീസാണ്. ബാക്ക് പെയിൻ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. കൈകൾ രണ്ടും ഷോൾഡർ ലെവലിൽ നീട്ടി വെക്കുക, കാലുകൾ രണ്ടും മുട്ടുമടക്കി വെക്കുക, കാലിൻ്റെ പാദങ്ങൾ ചേർന്നിരിക്കട്ടെ. സെൻറ്ററിൽ നിന്ന് ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് തലയെ വലതുവശത്തോട്ടും കാലുകൾ രണ്ടും ഇടതുവശത്തോട്ടും തിരിച്ചു കൊടുക്കുക. ഒരു കാൽമുട്ടിന് മുകളിലാണ് മറ്റൊരു കാൽമുട്ട് വരുന്നത്. ഒരു കാൽപാദത്തിന് മുകളിൽ മറ്റൊരു കാൽപാദം വെച്ചിട്ടുണ്ട്. ലോവർ ബാക്ക്, നമ്മുടെ ലെംബാർ റീജിയനിൽ കിട്ടുന്ന സ്ട്രെച്ചിങ് അറിഞ്ഞ് നോർമൽ ബ്രീത്തിങ്ങിൽ 5 മുതൽ 10 ബ്രെത്ത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്ക് തല നേരെ മുകളിലോട്ട് നോക്കാം, അതല്ലെങ്കിൽ വലത് കൈയിലേക്ക് തിരിഞ്ഞു നോക്കുന്ന രീതിയിൽ നോക്കാം. റിലാക്സ് ചെയ്തിട്ട് ആ ഒരു പോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരാം. ഓപ്പോസിറ്റ് സൈഡ് അതേപോലെ. അപ്പോൾ തല ഇടതുവശത്തോട്ട്, സെൻറ്ററിൽ നിന്ന് ശ്വാസം എടുക്കുക, വിട്ടുകൊണ്ട് ശ്വാസം വിടുന്ന സമയത്ത് തലയെ ഇടതുവശത്തോട്ട്, ഇടത് കൈയിലേക്ക് നോക്കുക, കാലുകൾ രണ്ടും വലതുവശത്തോട്ട് തിരിച്ചു കൊടുക്കുക. ഒരു കാൽമുട്ടിന് മുകളിൽ മറ്റൊരു കാൽമുട്ടും കാൽപാദത്തിന് മുകളിൽ മറ്റൊരു കാൽപാദവും വന്നിട്ടുണ്ട്. നോർമൽ ബ്രീത്തിങ് മെയിൻറ്റെയിൻ. ആ ലോവർ ബാക്കിൽ കിട്ടുന്ന സ്ട്രെച്ചിങ് കഴിഞ്ഞ് അവിടെ റിലാക്സ് ചെയ്തിട്ട് ആ വലിച്ചിലറിഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. തോൾ ഉയർത്തി കൊടുക്കരുത്, അതായത് കാല് വലതുവശത്തോട്ടാണ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇടത് തോളിങ്ങനെ ഉയർന്നു പോവരുത്. ഇടത് തോള് മാക്സിമം താഴെ പതിച്ചു വെച്ചിട്ടാണ് നമ്മൾ ഈ ട്വിസ്റ്റിങ് ചെയ്യുന്നത്. ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് താഴെ പതിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയാണ് എത്തുന്നത് അവിടെ ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരുന്നു, ഇട്ടുകൊണ്ട് കാലുകൾ മുന്നിലോട്ട് നീട്ടി റിലാക്സ് ചെയ്യുക. കൈകളകത്തി കാലുകളകത്തി ശരീരത്തെ പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുക. അബ്ഡോമിനൽ ബ്രീത്തിങ് 3 റൗണ്ട്സ്. കാലുകൾ തമ്മിലൊരു 2 feet ഡിസ്റ്റൻസിൽ അകത്തി വെക്കുക. കൈകൾ ശരീരത്തിൽ നിന്നും ഒരു 45 ഡിഗ്രീസ് അകന്നിരിക്കട്ടെ. കൈപ്പത്തി മുകളിലോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ശരീരത്തെ പൂർണ്ണമായി റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുക. നിങ്ങൾ ഈ സമയത്ത് റിലാക്സേഷൻ്റെ ടൈമിൽ സ്പെക്സോ റിസ്റ്റ് വാച്ചോ ബെൽറ്റോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ശരീരത്തെ കംപ്ലീറ്റ് ആയിട്ട് ലൂസൻ ചെയ്ത് റിലാക്സ് ചെയ്യാനായിട്ട് അനുവദിച്ചു കൊടുക്കുക. ഒരു രീതിയിലുള്ള ടൈറ്റ്നെസ്സും ഇല്ലാതെ റിലാക്സ് ചെയ്ത് ശവാസനയിൽ കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്ത് അവിടെ കിടക്കുക. എത്ര നേരം ഈ റിലാക്സേഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാവുന്നതാണ്. അബ്ഡോമിനൽ ബ്രീത്തിങ് ഈ ഒരു ടൈമിൽ ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് വയറ് പുറത്തേക്ക് ബൾജ് ചെയ്ത് കൊടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് വയറകത്തേക്ക് സിങ്ക് ചെയ്ത് കൊടുക്കുക. ഇൻഹേൽ, എക്സ്ഹേൽ, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ആവശ്യത്തിനുള്ള റിലാക്സേഷൻ എടുക്കാം. ശേഷം നിങ്ങൾക്ക് തലയെ വലതുവശത്തോട്ടും ഇടതുവശത്തോട്ടും ഒന്ന് തിരിച്ചു കൊടുക്കാം. കൈകളും കാലുകളും ചേർത്ത് ഒരു വശം ചരിഞ്ഞ്
എഴുന്നേറ്റിരിക്കുന്ന സ്ഥിതിയിലോട്ട് വരിക. ഓക്കെ, ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഈവനിങ് യോഗയായിട്ട് 15 മിനിറ്റിനുള്ളിൽ ചെയ്ത് 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രാക്ടീസാണിത്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പ്രാണായാമയുടെ പ്രാക്ടീസ് ഞാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അതുകൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടൈം ഉണ്ടെങ്കിൽ പ്രാണായാമയും മെഡിറ്റേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഡെയിലി പ്രാക്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ഓൺലൈൻ യോഗ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൂം ആപ്പിലൂടെയാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള വാട്സപ്പ് നമ്പറിലൂടെ വാട്സപ്പ് മെസ്സേജിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നമസ്തേ.